ഇപ്പോൾ വീണ്ടും വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബർ തൊപ്പിക്കെതിരായ സൈബർ കേസിൽ തൊപ്പിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ പരനാരി ഈ മുങ്ങൽ മുങ്ങിയത്. നേരത്തെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്ന തൊപ്പി കേസിൽ പെട്ടതോടെ ജില്ല വിട്ടു എന്നാണ് സംശയിക്കുന്നത്. അപ്പൊ ഇവനെ പോക്കാനാ പോലീസ് വരണേ. തൊപ്പിക്കും സംഘത്തിനുമെതിരെ കേസെടുത്തു. തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. പക്ഷെ ഇതുവരെ ഈ തൊപ്പിയും സംഘവും എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയും പോലീസിനില്ല. ആ കള്ള മീശമാധവനെയും കൂട്ടുകാരൻ ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പ്യാമ്പ്. ഇവർ എറണാകുളത്ത് നിന്ന് മുങ്ങിയിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതുകൂടി കുറിച്ചോ അതിവിദഗ്ധമായ രീതിയിൽ CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. തൊപ്പിയും സംഘവും ഇപ്പോ ചോദ്യം ചെയ്യലിനൊന്നും വന്നിട്ടില്ല. അതിനിടയിലാണ് എവിടെയോ ഒളിവിലിരുന്ന് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അവരൊക്കെ എന്താണ് എവിടെയാണെന്ന് ഇനി വേണം അന്വേഷിക്കാൻ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്ക് ജാമ്യം നൽകണമെന്നും ഈ കേസുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നുമൊക്കെ പറയുന്നു. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അതിനെ എതിർത്ത് പോലീസും ഈ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. തൊപ്പിക്ക് എതിരെയുള്ള ഇപ്പോഴുള്ള കേസ് ഈ അശ്ലീല ദൃശ്യം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ. യൂട്യൂബ് ചാനലിലൂടെ അത് പ്രചരിപ്പിച്ചുവെന്നും ആ ചാനലിലൂടെ പലതും കണ്ടുവെന്നും പലതും പുറത്തു വന്നുവെന്നും ഒക്കെ പറഞ്ഞാണ് ഈ വലിയ പരാതികൾ വരുന്നത്. ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അതിലൊക്കെ പക്ഷേ അന്വേഷണം നടത്താൻ ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ വിളിപ്പിക്കാനോ പോലീസിന് പറ്റിയിട്ടില്ല. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പാണ് തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 വർഷം ജയിലഴിയാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. മല്ലയാ ഞാൻ പോകണേ. എന്താണ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? പോയിട്ടാ പോടാ പോടാ.